ഒരു മനുഷ്യൻ എത്ര കാലം ജീവിച്ചു എന്നതിലല്ല, എത്ര പേരുടെ മനസ്സിൽ ജീവിച്ചു എന്നുള്ളിടത്താണ് കാര്യം. ഒരിക്കലും ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം, വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാ തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാകയാൽ കരത്തിലുള്ളതൊക്കെ നാം ത്യജിക്കണം ധൃതിയിൽ. മരിച്ചിടും ജനിച്ച മർത്യരൊക്കെയും വിതർക്കമില്ലങ്ങൊരുത്തരും പറഞ്ഞിടാത്ത സത്യമതാണെങ്കിലും മരിച്ചതിൻ്റെ പിമ്പ് മറ്റൊരു അന്തവറ്റ ജീവിതം വരിച്ചിടുന്നതാണ് മർത്യനുള്ള മേന്മയോർക്ക നീ. എന്താ ശരിയല്ലേ? പണ്ടേതോ കവയത്രി പാടിയതാ, ഇതിൻ്റെ ബാക്കിയുണ്ട്. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്ര വിഭ്രമത്തിൽ പിന്നെ എന്തു ശങ്കമാറ്റമൊന്നുമില്ലതിൽ. നമുക്ക് ജനിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മരണം ഉറപ്പാണ്. പക്ഷെ മരിച്ചതിന് ശേഷവും മറ്റുള്ളവരുടെ മനസ്സിൽ ജീവിക്കുവാൻ കഴിയുക, അതാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മരിച്ചതിൻ്റെ മറ്റൊരു അന്തമറ്റ ജീവിതം വരിച്ചിടുന്നതാണ് മർത്യനുള്ള മേന്മയോർക്ക നീ. ആ 2 വരികളിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് മരിച്ചു കഴിഞ്ഞാലും മറ്റുള്ളവരുടെ മനസ്സിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യണം. അപ്പോൾ നന്മ ചെയ്യുമ്പോൾ നമുക്ക് നന്മ തന്നെ കിട്ടും. അസൂയ, കുശുമ്പ് ഇങ്ങനെയുള്ള സ്വഭാവങ്ങളെല്ലാം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മളെ മറ്റുള്ളവർ ഓർക്കും എന്നുള്ളിടത്ത് യാതൊരു തർക്കവും വേണ്ട. ഓക്കെ, ബൈ.